ഇതൊരു വീഡിയോൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ. ഒന്നാം ഭാഗം കാണാത്തവരെ കണ്ടു നോക്കി, അപ്പോൾ അറിയുള്ളൂ. ഇവിടെ അങ്ങനെയൊക്കെ പോയതുണ്ടോ സെറ്റപ്പ്. കുറച്ച് മരങ്ങളുള്ള സ്ഥലമായതുകൊണ്ടേ കുരങ്ങ്, മലയണ്ണാൻ, ഇതിനൊക്കെ അപൂർവമായിട്ട് കാണുന്ന സംഭവമാണ്. ഞാൻ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. ഇതിനല്ല, ഈ ജീവിനെ കാണുന്നത്, മലയണ്ണാനെ. ഇത് കാണാൻ കഴിഞ്ഞൊരു ഭാഗ്യം കേട്ടോ. കാരണം ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല നമ്മൾ. അവന് ഈ കുട്ടികളൊക്കെ താഴത്തുള്ള ബഹളം കൊണ്ടേ അവിടെ ഒരു കൊയ്യക്ക അടക്കാപ്പായെന്നൊക്കെ പറയും, ഇത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബഹളമൊക്കെ കേട്ടപ്പോൾ അവന് ഇപ്പോൾ അത് തെക്ക് എസ്കേപ്പ് ആവുകയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് സ്ഥലങ്ങൾ. കാരണം ഈ ടൗണിൽ ഇങ്ങനെ ജീവിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ നാട്ടിൻപുറത്തേക്ക് വന്നപ്പോഴേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ, കുരങ്ങ്, മലയെണ്ണാൻ, അടിപൊളി. ഒരാൾ ഈ തിരക്കും വടയൊക്കെ കണ്ടിട്ട് പതുക്കെ മതിലുമൊക്കെ മാറിയിരുന്നാണ്. ഞങ്ങളെ കണ്ട പോടി ടെറസിൻ്റെ മേലെ കയറി, വാർപ്പിൻ്റെ മേലേക്ക്. ഒന്നും രണ്ടൊന്നല്ല കേട്ടോ, ഒത്തിരി ഉണ്ട്. കണ്ടാ, കുട്ടികൾക്കും ഒക്കെ ഭയങ്കര കൗതുകമായി. പ്രതീക്ഷിക്കാത്ത കാഴ്ചകളല്ലേ. അപ്പോൾ അവരൊക്കെ ആ വീട്ടിൽ ആൾ ഇന്ന് എവിടെയൊക്കെ പോയതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരെ പരിസരത്ത് ഒന്നായിട്ട് അവർ വന്നാണ്. അവരെ കൃഷിയും ഇതൊക്കെ ബമ്മാരെ കൈയടക്കിക്കണ ഇന്ന്. അപ്പം അതിൻ്റെ മേലെ കൂടി കണ്ടിട്ട്, ഞങ്ങളെ കണ്ടിട്ടേ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് എസ്കേപ്പായി പോവുകയാണ്. അവിടെ നിന്ന് ചാടി ചാടി ആ വീടിന് മേലെ കൂടി കയറി അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു ഇവർ. അപ്പോൾ ആ നമ്മൾ വരുമ്പോൾ പാലം കണ്ടില്ല അവിടേക്ക്. അപ്പോൾ അവിടുന്ന് ഇവിടുത്തെ താത്താൻ്റെ മക്കളെയൊക്കെ കൂടി കൂട്ടിയിട്ടേ അങ്ങോട്ട് പോവുകയാണ്. നടന്ന് പോകണം, കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 200 മീറ്റർ അങ്ങനെ. അപ്പോൾ അങ്ങോട്ട് പോയിക്കോട്ടേക്ക് നടന്ന് പോകണേ. നമ്മളിത് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. ഇത് കണ്ട് ഇതിൽ കൂടെ തന്നെ നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നത്. വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നടന്ന് വന്ന് ആളെ അങ്ങനെ കുട്ടികളോട് പറയുന്നുണ്ട്, മഴയാണ്, വഴുക്കി വീഴും, ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ചെറിയൊരു ഇറക്കുണ്ട് അവിടെ. അതങ്ങനെ പോവുകയാണ്. നല്ല രസമുള്ള വഴികൾ. എന്തായാലും വന്നത് നന്നായി. കണ്ടോ, ഇങ്ങോട്ട് വണ്ടി വരാനുള്ള വഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളവിടെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. കുരുവികളെ ആ പനമരത്തിൽ കൂട് കൂട്ടിയിട്ട് ഭയങ്കര കലപില. ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്, കാരണം മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ അവന്മാർ അതിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതിൽ കൂടെ നമ്മളിങ്ങോട്ട് വന്നത് വണ്ടിയും കൊണ്ട്. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, മറ്റേ വീഡിയോയിലുണ്ടായിരുന്നു, ഫസ്റ്റ് ഭാഗത്തിലുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇവിടെ പറയണത് ഇവിടെ വെള്ളം അന്ന് ഡാമൊക്കെ തുറന്നിട്ടെന്ന്. അത് ശരി, ഇവിടെ വെള്ളം ഇരുന്നില്ല ഈ പാടത്ത്. എവിടെയാണ് കുഴി? എവിടെ കുഴി? ആ, അതിനുള്ളിൽ കിണർ. മീൻ പിടിച്ച ചീത്ത പറയും. അവിടെ ഒരു പോത്തിൻ്റെ കുട്ടി ഓടിയതാണ്. അപ്പോൾ സ്ത്രീകളൊക്കെ പേടിച്ചു പോയി. താത്താൻ്റെ മോന് സൈക്കിളിൽ ഇങ്ങനെ ഉലാത്താണ്. നല്ല രസമുണ്ട്. ഈ പാലത്തിൻ്റെ മേലെ താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല പച്ചപ്പ്, ചെറിയൊരു കാറ്റ് ഒക്കെ ആയിട്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം, വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം. ഈ വീഡിയോ കാണുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്തോളിട്ടോ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉള്ളവരൊക്കെ ദൂരത്തുനിന്ന് വന്നിട്ട് കാണാനുള്ള എക്സ്പെൻസ് ചെയ്തിട്ട് വന്നിട്ട് കാണാനുള്ള വീഡിയോ എടുക്കാനുള്ള ഒന്നുമില്ല കേട്ടോ. അടുത്തുള്ളവരൊക്കെ ഒരു 10-20 കിലോമീറ്ററൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ മോൾക്കല്ല സന്തോഷമായി. എല്ലാവരും സൈക്കിളിൻ്റെ മേലെ കയറി ഫോട്ടോ എടുത്തപ്പോൾ അവൾക്ക് കരഞ്ഞിട്ടേ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്താണ്. അടിപൊളി സ്ഥലം. ഇതാ നമ്മളെ അഹിയാൻകുട്ടി, അമീറിൻ്റെ എൻ്റെ അളിയൻ്റെ കുട്ടിയാണ്. അപ്പോൾ ടയർ ഉരുളെന്ന് വിചാരിച്ചിട്ടാണ് താത്താൻ്റെ മോനെ അത് പിടിച്ച് നിർത്തുന്നത്, ഉരുണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അവനക്കും സന്തോഷമായി. 2-3 ഫോട്ടോ ഒക്കെ എടുക്കുക മാമ എന്ന് പറഞ്ഞപ്പോഴേ അത് ഉഷാറായി, അടിപൊളിയായി.
ഇവിടെ നിന്ന് ഇങ്ങനെ മേലെ നിന്ന് നോക്കുമ്പോണ്ടല്ലോ നല്ല രസമുണ്ട് കൃഷി കാണാൻ. എന്താ കൂർക്കയാണോ ഇനി എന്തൊക്കെയാണെന്ന് അറിയില്ല. അവിടെ വെച്ചിട്ടുണ്ട് വാഴ, പല പല ഐറ്റംസുകളുണ്ട്. നമ്മൾ ക്യാമറയിൽ അധികം ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയാണെന്ന് അറിയണില്ല. വാഴയൊക്കെ പിന്നെ ഏത് ഫോണിലും കാണുമല്ലോ. നെൽപ്പാടം അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് കൃഷിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സംഭവമാണ് ഈ കൃഷി. പിന്നെ കൂർക്ക അങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കുക. ഓ മഴ വന്നിട്ട് എല്ലാവരും എസ്കേപ്പ്, മഴ വന്ന് നേരെ വീട്ടിൽ പോകുന്ന എല്ലാവരും എസ്കേപ്പ് ആയിട്ടോ പെട്ടെന്ന്. ഞാൻ അവിടെ പോയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് തിരിക്കും. എല്ലാവരും എസ്കേപ്പായി മഴ വന്നതുകൊണ്ടേ അവിടെ നിന്ന് പെട്ടെന്ന് വന്ന്. എന്നാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്തോളിട്ടാ, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഗുഡ് ബൈ.